കൺനിറയെ കണ്ണനെ കണി കണ്ടും കൈനീട്ടം വാങ്ങിയും മലയാള നാട് വിഷു ആഘോഷത്തിൽ. കേരളീയർക്ക് ഓണം പോലെ തന്നെ പ്രധാനപ്പെട്ട ഉത്സവമാണ് വിഷു. വിഷുക്കണി, വിഷുക്കൈനീട്ടം, വിഷുസദ്യ, പടക്കം പൊട്ടിക്കൽ എന്നിവയാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ. കത്തിച്ചുവെച്ച നിലവിളക്കിനരികിൽ കണിക്കുന്ന പൂവ്, കൃഷ്ണവിഗ്രഹം, വാൽക്കണ്ണാടി, നാളികേരം, പച്ചക്കറികൾ, നാണയങ്ങൾ, കണിവെള്ളരി, ധാന്യങ്ങൾ, ഗ്രന്ഥം, പഴങ്ങൾ തുടങ്ങിയവ ഓട്ടുരുളിയിൽ വെച്ചൊരുക്കിയ ഐശ്വര്യപൂർണമായ കണി രാവിലെ തന്നെ എല്ലാ വീടുകളിലും ദർശിച്ചു. ശേഷം വീട്ടിലെ മുതിർന്ന അംഗം എല്ലാവർക്കും കൈനീട്ടം നൽകി അനുഗ്രഹിച്ചു. കണി കാണുന്നതും കൈനീട്ടം വാങ്ങുന്നതും വരുന്ന ഒരു വർഷം സമ്പദ് സമൃദ്ധമാകുമെന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. 3 ലോകങ്ങളെയും വിറപ്പിച്ച് അടക്കിവാണ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് വിഷു ആഘോഷിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം രാവണനും ലങ്കയുമായി ബന്ധപ്പെട്ടതാണ്. സർവവും അടക്കി വാണിരുന്ന രാവണൻ സൂര്യനെ നേരെ ഉദിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. ശ്രീരാമചന്ദ്രൻ രാവണനെ വധിക്കുകയും രാവണന്റെ നിയന്ത്രണത്തിൽ നിന്ന് സൂര്യൻ മോചിതനാവുകയും ചെയ്തു. പിന്നീട് സൂര്യൻ പൂർണ്ണമായി ഉദിച്ചത് മേടം 1-നായിരുന്നു. ആ ദിവസമാണ് വിഷുദിനമായി ആഘോഷിക്കുന്നത്. ഇക്കുറി മേടം 2-നാണ് വിഷുദിനം. കേരളത്തിലെ പ്രധാന കാർഷിക ഉത്സവമായും വിഷുവിനെ കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.